ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഞാൻ രാവിലെ ലൈവ് എടുത്തപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഇവിടെ പഞ്ചായത്ത് തലത്തിൽ അംഗനവാടി കുട്ടികളെ പരിപാടിയാണ്, കുട്ടികളെ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു ക്ലാസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികളെ പരിപാടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. അപ്പോൾ ഞാനിതാ വാതിലൊക്കെ പൂട്ടി താക്കോലൊക്കെ എടുത്ത് ഞാൻ എനിക്കിപ്പോൾ പർദ്ദ ഒരു കംഫർട്ടായി തോന്നുന്നത്. എല്ലാ ഡ്രസ്സും ഇടും, പക്ഷേ അങ്ങനല്ല, ഒരു പർദ്ദ ഇടുമ്പോൾ എന്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതാട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ സ്കൂളിൽ പോകാം കേട്ടോ. ഞാൻ വൈക്ക് ആളുകളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കില്ല കേട്ടോ, ആളുകളില്ലാത്ത ഇതിൽ എടുക്കുള്ളൂ. അപ്പോൾ ഈ പർദ്ദ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പർദ്ദ. ഇതിൽ ക്ലോത്തും തന്നെ നല്ല ക്ലോത്താണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് അപ്പുറത്ത് വയലത്ത് നിന്ന് കിടക്ക്, നല്ല വെയിലും കേട്ടോ. അപ്പോൾ ഞാനും ഇയമോളും കൂടെ കേട്ടോ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇയമോള് ചെരുപ്പ് ഇടുന്നത് കേട്ടോ. ഞാനിതാ ഷൂ ആട്ടോ ഇട്ടത്. എനിക്കിപ്പോൾ കംഫർട്ട്, ഞാൻ പറഞ്ഞില്ലേ, പർദ്ദയും ഷൂ ഒക്കെയാണ് കംഫർട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് നടക്ക് വെയിലാണ്. നടക്ക്, ആ മുന്നിൽ കിടക്ക്. അപ്പോൾ കഴിച്ചാ മൈലാഞ്ചിയൊക്കെ നല്ലോണം ചുമന്നു കേട്ടോ, നല്ലോണം ചുമന്നു പോകണം മൈലാഞ്ചിയൊക്കെ. കണ്ടോ മൈലാഞ്ചി നല്ലോണം ചുമന്നു കേട്ടോ. യമോളെ കൈയ്യാട്ടിക്ക, യമോളെ കൈ കുഴപ്പമില്ല ചുമന്നു. എൻ്റെ കൈ നല്ലോണം ചുമന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നേരെ സ്കൂളിൽ പോവാം. വെയിലാണ്, നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. ഇത് ഹൈസ്കൂള്, LP സ്കൂള്, UP സ്കൂളൊക്കെ അടുത്തടുത്താട്ടോ. അപ്പോൾ സ്കൂളിൽ എത്തി. ഇവിടെ തന്നെ കേട്ടോ ഞാനൊക്കെ പഠിച്ചിരുന്നത്. പിന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളൊരു കുട്ടി നമ്മൾ അറിയണ തന്നെയാണ്. എന്നോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് വന്ന് എന്നൊക്കെ ചോദിച്ചിട്ടോ ആ കുട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസമായി എന്നൊക്കെ പറഞ്ഞങ്ങനെ. പിന്നെ ഞങ്ങൾ പോയതന്നെ ഒരു 11:30 ആ ടൈമിലാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ തന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലൊന്നും മ്യൂസിക് കൊടുക്കണില്ല, കാരണം ഒക്കെ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഇതിലുള്ള ഓപ്ഷനിലുള്ള ട്യൂണ് മാത്രം കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ കാണി നിങ്ങൾ. പരിപാടി നടന്നുകൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോവാട്ടോ. ഫുഡ് ഇങ്ങോട്ട് തന്നെ വരും, വൈകുന്നേരം വരെ ഉണ്ട് പ്രോഗ്രാം. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, വിശക്കുണ്ട്. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുക, സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കട്ടോ. അയ്യോ, ഒരു മിനിറ്റിൻ്റെ വാച്ച് എടുക്കാൻ പറഞ്ഞു. സമയം നോക്കാം, എപ്പോഴും ഫോൺ നോക്കൂലല്ലോ. അപ്പോൾ വാച്ച് വെക്കട്ടോ. വാച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഈ ലോക്കറ്റ് മദീനത്തിന് കൊടുക്കാം കേട്ടോ. ഗൈസ് കാണാൻ പറ്റണില്ല. ഞാൻ
അപ്പം എല്ലായിടത്തും ഫീൽ ചെയ്തല്ലേ, ഇടയ്ക്ക് മാത്രം മറ്റേ എടുക്കും, ഇതെടുക്കും. അപ്പോൾ ഗൈസ് ഇതാട്ടോ ഞാൻ പറഞ്ഞ താക്കോല്. ഇത് ഞാൻ മദീനത്തിൽ നിന്ന് കൊടുന്നാട്ടോ, മദീനത്തിൽ നിന്ന് മേടിച്ചു കൊടുന്നു. ഫോക്കസ് ആവണുണ്ടോ? ആ അതാ ഞാൻ മദീനത്തിൽ നിന്ന് കൊടുന്നാട്ടോ. പിന്നെ ഒരു മിഠായി എടുത്തുക്കണു, വിഷന കഴിക്കാനിതാ. ഇത് ഞാൻ കൊണ്ടുവന്ന മിഠായി കേട്ടോ. അല്ല എൻ്റെ കയ്യിലുള്ള മിഠായി ഏതാ? എൻ്റെ ഫേവറേറ്റ് മിഠായി. ഓക്കെ, അപ്പം ഞങ്ങളങ്ങനെ വീണ്ടും സ്കൂളിൽ പോവാം. ഞാൻ കുറച്ച് പരിപാടി മാത്രത്തിൽ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. കാരണം ഞാൻ കുറച്ച് നേരം ലൈവ് പോയിനു, പക്ഷേ ഉമ്മമാരൊക്കെ തലി തട്ടാളതൊക്കെ കാണുമ്പോഴേ ഇപ്പോൾ അതിനൊരു ഇത് വേണ്ട എഴുതിയിട്ടാണ് പിന്നെ ഞാനത് എടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പം ഇനി നേരെ സ്കൂളിൽ പോവാം. ഞങ്ങൾ സ്കൂളിലെത്തി, ഇനി കുറച്ച് പരിപാടി കാണിച്ചു. മണികളെ എത്ര കൊള്ളു കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ ഉണ്ട് കേട്ടോ പ്രോഗ്രാം. നാളെ ഭിന്നശേഷിക്കാരെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറ്റുകയാണെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ.